ഹലോ ഹലോ, നിങ്ങളിത് എന്താക്കാണ്? നിങ്ങൾ ഫോൺ എടുക്കണമൊന്നുമില്ലേ? താൻ കാര്യം പറയടോ. എന്താ വിളിച്ചേ? അതെ, ആ സുബിളുണ്ടല്ലോ നിങ്ങളെ മരുമോൻ. എന്റെ മരുമോനൊന്നും അല്ല, എന്റെ പെൺകൊച്ചിനെ വിളിച്ചോണ്ട് പോയവനാ. ആ പരട്ടന്റെ കാര്യമാണ് നമ്മള് പറഞ്ഞത്. ആ പറഞ്ഞു. ഓ സിനിമാക്കാരനൊന്നല്ല, ഏ ഓൻ നമ്പർ 1 ഉടായിപ്പാ. ഓ, തന്നെ പോലെ തന്നെ. നിങ്ങൾ അങ്ങോട്ട് നിങ്ങള് കലത്തിന്റെ ഉള്ളിൽ കോലിട്ട് ഇളക്കില്ലേ? അതെ, ഓനെ ഓന്റെ കൂടെ ഉള്ളവനും ഓനും ഉടായിപ്പാ. ഓന് മറ്റേ എന്താണ് പറയാ, ഹരിഹരൻ മറ്റേവര് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുകൾ സേവ് ചെയ്തില്ലേ? അതിവരൊന്നും അല്ല. ഓൻ ആ പാണ്ഡ്യന്റെ അടുത്ത് വർത്താനം പറയുന്നത് കേട്ടാ, മൊത്തം ഉടായിപ്പ്. അങ്ങനെയാണോ? ഞാനൊരു അധോലോകത്താ ഞാൻ ജീവിക്കുന്നത്. നിങ്ങളെ പൈസ കൂട്ടി തരണം കേട്ടോ. എനിക്ക് എന്താ പറ്റാന്നുള്ള എനിക്കറിയില്ല. എന്താ കാര്യം ഈ രഹസ്യം മുഴുവൻ ഞാൻ അറിഞ്ഞല്ലോ. ഞാൻ നോക്കുമ്പം ആ പാണ്ഡ്യന്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നതാ. പാവം ആ ശോഭനേനെ നിങ്ങളെ മോളെ ഓങ്ങനെ ദിവസവും ഇങ്ങനെ പറ്റിച്ചോണ്ട് നിൽക്കുകയാണ്. ഇനി ഒരു കാരണവശാലും ഓളെ നിങ്ങള് ഇങ്ങോട്ടേക്ക് വിടരുത്, വിടണ്ട. അയ്യോ, അതുകൊണ്ട് നിങ്ങൾ ഓളെ അവിടെ പിടിച്ചു നിർത്തിക്കൊള്ളി. എന്ത് വില കൊടുത്തിട്ടും ഓളെ ഇങ്ങോട്ട് വിടരുത്. ഒരു പ്രോബ്ലം ഉണ്ട്. എന്ത്? അവൾ കുറച്ചു മുമ്പ് അങ്ങോട്ട് പോന്നിട്ടുണ്ട്. തങ്ങളെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അവൾ അവിടെ എത്താറായിട്ടുണ്ട്. എത്തുമ്പോ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. ഒരു കാര്യം ചെയ്യാ, ഞാനേ നമ്മളെ ഗേറ്റിന്റെ മുമ്പിൽ പോയി നിൽക്കാം. കാറ്റ് കൊള്ളാനോ? ഓളെ നിങ്ങൾ അങ്ങോട്ട് പറയണ ഗേറ്റ്, ഞാൻ എന്നിട്ട് ഓളെ ഈ കാര്യം പറഞ്ഞിട്ടൊന്ന് മനസ്സിലാക്കട്ടെ. എന്നിട്ടേ ഓളെ ഞാൻ തിരിച്ചു വിടാം. പിന്നെ നിങ്ങൾ ഈ ഭാഗത്തേക്ക് വിടരുത്. എന്താച്ചാല് താൻ അവളെ ഇവിടെ എത്തിച്ചാ പിന്നെ അങ്ങോട്ട് വരാതെ ഞാൻ നോക്കിക്കോളാം. വിടരുത് വിടരുത് വിടരുത്. ഞാൻ ആലോചിച്ചൊക്കെ എന്മാര് വലിയ അധോലോകത്തേക്ക് നിങ്ങൾ വിട്ടുകണത്. തൊടുന്നവന്മാരൊക്കെ ഉടായ്പ്, വരുന്നവന്മാരൊക്കെ ഉടായ്പ്. താൻ ആദ്യം കൊച്ചിനെ നോക്കണം. ഒരു കാര്യം നിങ്ങൾ ഞാൻ പിന്നെ പോയി കൊച്ചിനെ തടയാ. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. നിങ്ങൾ വിടാൻ നിൽക്കണ്ട. അല്ല പിന്നെ അയ്യോ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാൻ തോന്നുന്നുണ്ട്, എടുക്കുന്നില്ലല്ലോ. എന്തൊരു വഴി. നൻപാ, നമ്മളെ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. ആ പാചകക്കാരൻ പ്രശ്നമാണ്. അയാൾ ആരാൻ്റെ ഒക്കെ ഫോൺ വിളിച്ച് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. നിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു. പാചകക്കാരൻ എന്തോ ആരെ വിളിച്ച് പറഞ്ഞേ? പാചകക്കാരൻ അവിടെ അമ്മയാന്ന് തോന്നുന്നു. വിളിച്ച് ഏതാണ്ടൊക്കെ കുറ്റം പറയുന്നുണ്ട്. നീ സിനിമാക്കാരനല്ലെന്നോ, ഏതാണ്ട് ഉടായ്പാണെന്നോ, നമ്മളെല്ലാം കൂടെ മൊത്തത്തിൽ ഒത്തുകളിക്കുവാണെന്നോ, ഏതാണ്ട് ഒരു കണ്ണാടിക്കാരൻ്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടു. കണ്ണാടിക്കാരൻ നളിന്റെ കാര്യമായിരിക്കും. എനിക്കറിയില്ല. എന്താണേലും സംഭവം വിഷയമാണ്. അയാളെ ഒതുക്കിയില്ലെങ്കിൽ പണി കിട്ടും. എടാ, പാചകക്കാരൻ നെണ്ടി എങ്ങനെയാണ് അറിഞ്ഞത്? ഒന്നാമത് അവളിപ്പോ പോയിട്ട് ഇപ്പൊ ഫോൺ ബ്ലോക്ക് വെച്ചതൊക്കെ ഇതോടെ അറിയുവാണെങ്കിൽ ഉറപ്പായിട്ട് അവൾ ഡിവോഴ്സിന് കേസ് എടുക്കും. എനിക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പറട്ടെ, നമുക്ക് അയാളെ ഒതുക്കാൻ എന്നാ ഒരു വഴി? അവനെ അങ്ങ് തല്ലിക്കൊന്നാലോ? നമ്മൾ ഇടപെട്ട പ്രശ്നമാണ്. നമുക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാലോ? എന്നാലും അവളുടെ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അമ്മ ഇപ്പൊ അവളുടെ അടുത്ത് പറഞ്ഞു കാണത്തില്ലേ? അവളെ നീ എങ്ങനെയാലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അവള് വരുമ്പോ ഇയാള് പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ കാര്യം. നമുക്ക് അതിനു മുമ്പ് ഇവനെ അടിച്ച് എന്തെങ്കിലും ചെയ്യാം. എന്തെങ്കിലും ചെയ്യലയാ, നമുക്ക് പോവാം. അവനെ തീർക്കാം ഇന്ന് തന്നെ. ഇവിടുന്ന് പറത്തി വിട്ടേ വെക്കത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഇനി അയാള് വച്ചിക്കുന്ന പാര എല്ലാ പണിയും എനിക്ക് കൊണ്ടുതരുന്ന മൊത്തം അവനാ. എനിക്കും സംശയമുണ്ട്. എൻ്റെ ഭാര്യയോട് ഏതാണ്ടൊക്കെ അവൻ പറയുന്നുണ്ട് നമ്മളെ കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. കാറ്റായും കടലായും വരുന്നത് അറിയാം. എനിക്ക് എവിടാ നിൽക്കുന്നതെന്ന് അറിയത്തില്ല, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്ത് അവസാനം നമ്മുടെ പെടലിക്കായാലോ? പിന്നെ ആരാ മാണിക്കനോ? ഇന്ന് തന്നെ ആ ശല്യം അങ്ങ് തീർത്തേക്കാം. നീ എൻ്റെ കൂടെ നിന്നാൽ മതി, ഞാൻ തീർത്തേക്കാം. തട്ടിയെങ്കിൽ തട്ടി പണ്ടാരകം വല്ല പാമ്പ് കടിച്ചെന്ന് പറഞ്ഞേക്കും. ഇപ്പൊ കുറെ പാമ്പുണ്ട്. ഉറപ്പാണോ? ആ ഉറപ്പാ. നമ്മൾ ഇടപെടണോ? വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്നതല്ലേ ബുദ്ധി. എൻ്റെ പൊന്നളിയാ, നല്ല പണി കിട്ടും. നിനക്കറിയില്ല, പണ്ടത്തെ കാലം പോലല്ല. നിന്റെ പെണ്ണുമ്പിള്ളെടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറ്റേ IIT റൂർക്കിടാം നീ മതിലാടുന്നില്ലയോ? അത് പറയുന്നതും ഞാൻ എൻ്റെ കൂടെ പറഞ്ഞില്ലേ? നീ എപ്പോഴും പറയാതടാ. നമുക്ക് അവനെ ഒതുക്കാൻ ആദ്യം. അപ്പം മിഷൻ ദേവസ്യ, മിഷൻ ദേവ കൊടുകൈ. ഞാൻ കോട്ടയ്ക്ക് കൂടെ ഉണ്ട്. ഉറപ്പുണ്ടല്ലോ? ഓടപ്പോ ബോധം കൊടുത്ത മൊട്ടത്തലയാ കൊടുക്ക. ബാ, പണി പഠിച്ച് ഉണ്ടാക്കിയതായിരിക്കും അല്ലയോ? ഞങ്ങളെന്താ പൊട്ടന്മാരാന്ന് വിചാരിച്ചോ? അവിടെ കിടക്ക്, അവളിപ്പോ വരും. എന്ന് നോക്കിയിരുന്നോ? വരും. വാ. അല്ലോ
മാമാ മാമോ എന്താ എനിക്ക് അവളെ ഇപ്പൊ കാണണം. കോഴിക്കോടുള്ള ബസ് പോയോ? ഏതാമിന് ഏത് ബസ്? എന്താ പറ്റിയേ? ചോറിന് കറിയൊന്നുമില്ലേ? എന്ത് ഈശ്വര, ഞാൻ 2 ദിവസം ഇവിടുന്ന് മാറിയിരിക്കുമ്പോഴത്തേന് എന്തൊക്കെ ഇവിടെ ഉണ്ടാവണേ? കള്ളും കുടിച്ച് ഇങ്ങനെ കിടക്കാണല്ലേ? അല്ല ഉപ്പേരിപ്പോ വെക്ക. ഉപ്പേരിയല്ല, മാങ്ങാപ്പുളിശ്ശേരി. ഞാൻ ഒന്നും പറയണില്ല വെറുതെ. ഞാനേ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. ഈശ്വര, ഇത് മൊത്തം കയ്യിന്ന് പോയിന്നാ തോന്നുന്നു. ഏതാ അടിച്ചേ? ഏതാ അടിച്ചേന്ന്? ബ്രാൻഡ് ഏതാ? ഞാൻ കുളിച്ചിട്ടാ വന്നത്. ദൈവമേ, ഇതാരും കണ്ടൊന്നുമില്ല. എന്നിട്ട് ഇത് നായി കുറയ്ക്കുന്നതല്ലേ? എന്റെ അമ്മാവ് ഒന്ന് എണീറ്റേ. അയ്യോ അമ്മച്ചി ഒന്ന് ഊത്. കള്ളു കുടിച്ചിട്ടൊന്നുമില്ല, പിന്നെന്താ പറ്റേ? നമ്മ പറ്റി അങ്ങനെ വിചാരിച്ചിരിക്കണേ. കിളി പോയാ മാമാ? ആരെ രസം വെച്ച് കുടിച്ചിട്ട് കിളി പോയതാണോ? ഓളെപ്പോഴാ വന്ന്? ആ, ഇതാണ് മാമൻ. നടക്കാൻ തൈരുവട ഉണ്ടായി തരാ ഞാൻ. അയ്യോ, ഒരു സ്പെഷ്യാലിറ്റി. വേണ്ട. ഒരു രഹസ്യം പറയാണ്ട്. എന്ത്? ഇവിടത്തെ ഒന്നും പറയണ്ട. നീ ഏതായാലും ആ പാചകക്കാരന്റെ ശല്യം നമുക്കില്ല. ഒളിച്ച് നമ്മള് കണ്ടത് കാര്യമായി. അയ്യോ, അല്ലേടാണെങ്കിലേ വേറെ പണി ഒപ്പിച്ചേനെ. എന്നെ പണിയൊപ്പിക്കാനാ? ഇനിയിപ്പോ ആരും എന്ന് ചോദിച്ചാലും അടിച്ച് വെള്ളം അടിച്ച് ബോധം കെട്ട് കിടക്കുമെന്ന് പറഞ്ഞാൽ പോരെ നമുക്ക്. ഞാൻ അന്നേ പറഞ്ഞിട്ടായിരുന്നു ഉള്ളായിരുന്നു ഉസ്താദ്. അത് ശരിയാ. ഏതായാലും സന്തോഷമായി. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പട്ടനും പോയി ചട്ടനും പോയി. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഒരു കസേര അങ്ങോട്ട് തലക്കടിച്ചാ ഞാൻ ഉറങ്ങിപ്പോന്ന് വിചാരിച്ചല്ലേ? ശോഭമോള് വന്നിട്ടുണ്ട്. നിനക്കൊക്കെ ദേവസി എന്ന് അറിയുന്ന മിത്രത്തെ അറിയുള്ളൂ, ബീരാൻ എന്ന ശത്രുവിനെ അറിയില്ല. എന്റെ ബീരാൻ ചേട്ടാ, ഞാൻ കാല് പിടിക്കാൻ ചേട്ടാ. പറയല്ലേ ചേട്ടാ, പറയല്ലേ. കാല് പിടിക്കാൻ ഒരു പ്രാവശ്യം ക്ഷമിക്കേട്ടാ. ഈ പ്രാവശ്യം പ്ലീസ് പറയല്ലേ ചേട്ടാ. അവളിപ്പോ വന്നേ ഉള്ളു, കുറെ നാള് പോയച്ച്. എടാ ചത്തോ? ദേവൻ ചേട്ടാ ചത്തോ? ദേവൻ ചേട്ടാ, എനക്കും ഇല്ല. നീ ഇതിനെ എവിടെ കൊണ്ട് കുഴിച്ചിടും? നമുക്ക് ഇവിടുന്ന് മുങ്ങിയാലോ? അനങ്ങണ്ട. ശ്വാസം നോക്കി. ചെറിയൊരു അനക്കമുണ്ട്. നമുക്ക് പോയേക്കാം. ശോഭേ അല്ല ശോഭേ, മോക്കെന്താ ഒരു വൈക്ലപ്പിയോ? കുണ്ടിത് പെടണ്ട. മോളെ അച്ഛൻ്റെ സ്ഥാനത്തല്ലേ ഞാൻ. എന്നോട് പറഞ്ഞു മാമൻ്റെ ഒക്കെ സ്ഥാനത്തല്ലേ. മോൾ എന്തുണ്ടെന്തായാലും മോളെ മുഖത്ത് അത് തെളിഞ്ഞ് കാണുന്നുണ്ട്. അതെ, സുബ്ബുവിനെ കാണാനില്ല, കൂടെ ആ നളിനാക്ഷനെയും കാണാനില്ല. എന്നാ നോക്കണ്ട, ഇവന്മാരൊന്നും ഒരു കഥയില്ലാത്തവന്മാരാ. അതാ കാര്യം. അതല്ല, ഞാനൊരു ഭാര്യയല്ലേ. എന്നോട് പറയാണ്ട് ഇങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഞാൻ പല പ്രാവശ്യം പറയണമെന്ന് വിചാരിക്കുന്നതാ. മോളെ ഉള്ളിലുള്ള ആ ആത്മാർത്ഥ സ്നേഹം ഉണ്ടല്ലോ, അവന്റെ മനസ്സിലുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇതേ മാമ, ഒരാളില്ലാത്തപ്പോ അയാളെ കൊണ്ട് ഇങ്ങനെ കുറ്റം പറയണത് ശരിയല്ല കേട്ടോ. മാമ അങ്ങനെ കുറ്റം പറഞ്ഞതല്ല. പിന്നെ ഇതെന്താ പരദൂഷണം എന്നല്ലാണ്ട് ഇതിനെന്താ പിന്നെ പേര്? മോളാ സ്നേഹം കാണുമ്പോണ്ടല്ലോ എന്റെ പഴയ ആമിനേനെ എനിക്ക് ഓർമ്മ വരിക. ആമിനെ? അല്ല, ഞാൻ പണ്ട് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നല്ലോ, ഞാൻ അന്ന് കഥ പറഞ്ഞില്ലേ. പക്ഷെ ആ ഒരു ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എനിക്ക് വർക്കൗട്ടായിട്ട് തോന്നുന്നില്ല. കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇത് അവൻ എന്തിനോ വർക്കിന് പോയതായിരിക്കും, എനിക്ക് സർപ്രൈസ് തരാനായിട്ട് അല്ലേ? മോള് തുറന്ന പുസ്തകം ആയതുകൊണ്ട് മോക്കിങ്ങനെ പലതും തോന്നും. പിന്നെ അവന്റെ കൂടുതൽ അവന്റെ പേരെന്തായിരുന്നു ആ കഥയില്ലാത്ത? നളിനാക്ഷല്ല, നാടകാക്ഷൻ എന്നാണ്. ഇവര് തമ്മിലുള്ള ആ ഒരു അടുപ്പുണ്ടല്ലോ, സുഹൃത്ത് ബന്ധമാണെന്നുണ്ടെങ്കിലും ഈ അടുപ്പം കൂട്ടി വരുമ്പം എന്തോരു മോള് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലേന്ന്. അല്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ അവരകൽച്ചയിലാണെങ്കിലും അവരുടെ അന്തർധാര വളരെ സജീവമാണ്. നോട്ട് ദ പോയിന്റ്. മോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാമൻ എന്തൊക്കെയാ പറയണത്? എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാനിത് കണ്ടുപിടിക്കാം. നമ്മോടാണ് കളി.
ശരിയായി കൊടുക്കണം. ഒന്ന് പോയി തരുമോ മാമ? മനസ്സമാധാനം തരുമോ? മാമൻ പോയി ആ അടുക്കളയിൽ പോയിട്ട് മോക്കൊരു രസം ഉണ്ടാക്കി വെക്കാം. എന്തേലൊക്കെ ഉണ്ടാക്കി വെക്ക്. എന്നാ പിന്നെ ഒരു വടയായാലോ? എന്തേലും ഉണ്ടാക്കുന്ന ഇത് എന്തൊരു കഷ്ട. ഇത് മനുഷ്യനൊന്ന് മനസ്സമാധാനത്തിൽ വിഷമിക്കാനും വിടൂലേ? മോള് വിഷമിച്ചോ? മോള് ഇരുന്ന് വിഷമിച്ചോ? മാമൻ അടുക്കളയിൽ പോയിട്ട് രസം ഉണ്ടാക്കിക്കൊണ്ട് ചിന്തിക്കാം. എവിടെ നിന്ന് വരണോ എന്തോ ഇതൊക്കെ.